ബജറ്റ് ചർച്ചയ്ക്കിടെ സഭയിൽ പ്രതിപക്ഷ ബഹളം. അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ ശ്രമം സ്പീക്കർ തടഞ്ഞതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. വ്യക്തമായ രേഖകളില്ലാത്തതിനാൽ അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ എം.എൽ.എ പറഞ്ഞു. നോട്ടീസ് നൽകിയപ്പോൾ എനിക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നു. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അപ്പം ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമുള്ള അനുമതി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി. എന്നിട്ടും ആ ഡോക്യുമെൻറ്റ്സ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചെന്ന് എനിക്കില്ല. ഷഫീദ് റാവുത്തർ. ഷഫീദ്, എന്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കാനിരുന്നത് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ 150 കോടിയുടെ അഴിമതി ആരോപണമൊക്കെ പി.വി. അൻവർ എം.എൽ.എ ഒക്കെ ആരോപിച്ച ഒരു സഭാ സെഷൻ കൂടിയാണല്ലോ ഇത്. ഷഫീദ്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണമാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് അനുവദിച്ച സമയമായിരുന്നു. AP വർക്കിയിൽ നിന്ന് CN മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ CPM എന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കയ്യിലൊന്നുമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിയ ആളാണ് വർക്കി എന്ന് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ആരംഭിച്ചത്. പിന്നാലെ ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആരംഭിക്കവേ സ്പീക്കർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. വ്യക്തമായ രേഖകളില്ലാത്തതിനാൽ അനുവദിക്കാൻ ആകില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. ഇതോടുകൂടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നും അഴിമതി ആരോപണം പുറത്തുവരാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം നടത്തുകയും ചെയ്തു. എന്നാൽ ചട്ടപ്രകാരമല്ല മാത്യു കുഴൽനാടൻ നീക്കമെന്നായിരുന്നു സ്പീക്കർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന സഭയുടെ വിശുദ്ധി കളയാൻ അനുവദിക്കില്ലെന്നും സ്പീക്കർ സഭയെ അറിയിച്ചു. ഇതോടുകൂടി പ്രതിപക്ഷം പ്രതിഷേധവുമായി നിയമസഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഒടുവിൽ ഒരു തരത്തിലും സ്പീക്കർ വഴങ്ങില്ല എന്നുള്ള കാര്യം കണ്ടതോടുകൂടിയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ അടക്കം പറഞ്ഞത് താൻ ഉന്നയിക്കാൻ പോകുന്ന അഴിമതി ആരോപണത്തിലെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ അത് കോപ്പി ഉൾപ്പെടെ സ്പീക്കർക്ക് നൽകിയതാണ്. എന്നാൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഉത്തമ ബോധ്യവും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ടാണ് സഭയിൽ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ പിന്നീട് മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കശ്മീർ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സഭ വിട്ട് പ്രതിപക്ഷം പുറത്തിറങ്ങി. വാ മൂടിക്കെട്ടാനുള്ള നീക്കമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണമാണ് സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ നീക്കം.